നോർവേ ഫുട്ബോൾ ടീമിന് പിന്തുണയുമായി ഉയർന്ന ഒരു ചാൻഡാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത്. സ്റ്റേഡിയത്തിൽ തുടങ്ങി രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരം വരെ എത്തിയ ഈ ആഘോഷ രീതി സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ്. വൈക്കിംഗ് റോ എന്ന പേരുള്ള ഒരു പുതിയ ചാൻഡിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി സോക്കർ ഗാലി. നോർവേ ഫുട്ബോൾ ആരാധകരുടെ പുതിയ വിജയമന്ത്രമാണ് വൈക്കിംഗ് റോ. നോർവേ ടീമിന്റെ മത്സരങ്ങൾക്കിടെ ആയിരക്കണക്കിന് ആരാധകർ ഒരുമിച്ചിരുന്ന് ഒരു വലിയ കപ്പിൽ തുഴയുന്ന നാവികരെ പോലെ കൈകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചാണ് ഈ ചാൻഡ് അവതരിപ്പിക്കുന്നത്. നോർവേയുടെ ചരിത്രത്തിലെ സമുദ്രയോദ്ധാക്കളായ വൈക്കിങ്ങുകളിൽ നിന്നാണ് ഈ ആഘോഷത്തിന്റെ പ്രചോദനം. ഒരേ താളത്തിൽ കപ്പിൽ തുഴഞ്ഞ് സമുദ്രങ്ങൾ കീഴടക്കിയ വൈക്കിങ്ങുകളുടെ ഐക്യവും പോരാട്ടവരെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ആരാധക പ്രകടനം. ഒരു ടീം ഒരു ലക്ഷ്യമെന്ന സന്ദേശമാണ് വൈക്കിംഗ് റോ നൽകുന്നത്. ആരാധകർ ഒരേ ശബ്ദത്തിൽ ആർത്തുവിളിച്ച് കൈകൾ വീശുമ്പോൾ അത് എതിർ ടീമിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നാണ് ആരാധക പക്ഷം. സ്റ്റേഡിയത്തിൽ മാത്രമല്ല നോർവേയുടെ വിവിധ പൊതുപരിപാടികളിലും ഈ ചാൻഡ് ഏറ്റെടുക്കപ്പെട്ടു. ഒടുവിൽ നോർവേ പാർലമെന്റിനുള്ളിലും വൈക്കിംഗ് റോ മുഴങ്ങിയതോടെ രാജ്യത്തെ പുതിയ ഫുട്ബോൾ ആവേശത്തിന്റെ പ്രതീകമായി ഇത് മാറി. ഐസ്ലൻഡിലെ പ്രശസ്തമായ വൈക്കിംഗ് ക്ലബ് പോലെ വൈക്കിംഗ് റോയും വളരുകയാണ്. നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷം നോർവേ ലോകകപ്പിലേക്ക് എത്തിയെന്ന് അറിയിക്കാൻ കൂടിയാണ് ആരാധകർ വൈക്കിംഗ് ശൈലി തിരഞ്ഞെടുത്തത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.